Sophie Kitchen ഇന്ന് നോ കുക്കിംഗ് ഇന്ന് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു എപ്പിസോഡാണിത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു നഴ്സറിയിലാണ്, ഗാർഡനേഴ്സ് കോർണർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നഴ്സറി. ഇവിടെ വളരെയധികം ചെടികളും പച്ചക്കറികളും അങ്ങനെ ഒരുപാട് നല്ല നല്ല കാഴ്ചകളുണ്ട് കാണാൻ. നമ്മൾ എൻ്റെ സ്വന്തം നാട്ടിൽ വടകരയിൽ KT ബസാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു നഴ്സറി സിറ്റുവേറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് നഴ്സറിയിലോട്ട് കടക്കാം. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. നല്ല അതിമനോഹരമായിട്ട് ശരിക്കും ഫുൾ സെറ്റിങ്സ് അവർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. ഇതുപോലൊരു വലിയ നഴ്സറി മെയിൻറ്റെയിൻ ചെയ്ത് പോകാമെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമല്ല. അത് അവർ നല്ല പോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ വാട്ടറിങ് ആയാലും അതിന് മാനുവർ ആയാലും അതിന് കളയൊക്കെ പറിച്ച് വൃത്തിയിൽ വെക്കാനാക്കലും വളരെയധികം ശ്രദ്ധിച്ച് അവരത് ചെയ്യുന്നുണ്ട്. നമുക്കൊരു കച്ചറായിട്ടൊന്നും ഒരു സ്ഥലത്തും കാണാൻ പറ്റില്ല. നല്ല അടിപൊളിയായിട്ട് അവരത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നമുക്കിത് എന്തൊക്കെയാണ് ഇവിടുത്തെ മനോഹരമായ കാഴ്ചകൾ കാണാം. ഓക്കെ, ഇവിടെ വന്ന് ഇവിടെ നമ്മൾ ഇൻഡോർ പ്ലാന്റ്സ്, സ്നേക്ക് പ്ലാന്റ്, അങ്ങനത്തെ പല വെറൈറ്റീസാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. ഇവിടെ എനിക്ക് കാണാൻ പറ്റും. ഇത് ഏറ്റവും നല്ല ഒരു കാണാൻ ഭംഗിയുള്ളത് എന്നാൽ ഓക്സിജൻ പ്യൂരിഫിക്കേഷൻ ചെയ്യുന്ന ഒരു ചെടിയായിട്ട് ഇതൊക്കെ പല വെറൈറ്റീസ് ഇവയുണ്ട്. ഇതൊക്കെ വളരെ റെയറായിട്ട് മാത്രം കാണാൻ പറ്റുന്ന ഒരു ചെടിയായിട്ടൊക്കെ. അതുപോലെ ഇലകളിൽ ഒരുപാട് വെറൈറ്റീസ് കാണിക്കുന്ന ഒരുപാട് ചെടികൾ ഇവിടെയുണ്ട്. മാത്രമല്ല വളരെയധികം സ്പെഷ്യാലിറ്റീസ് ആയിട്ട് ഒരുപാട് ടൈപ്പ് ചെടികളുണ്ട്. വാൻഡാസ്, യൂഫോർബിയാസ്, അങ്ങനെ വെജിറ്റബിൾസ്, അങ്ങനെ ഒരു സെക്ഷനായിട്ട് വെച്ചിട്ട് അടിപൊളിയായിട്ട് കാണാം. ഒരുപാട് കാര്യങ്ങളുള്ള ഒരു നഴ്സറിയാണിത്. ഇവിടെയുള്ള ഒരു ഐ കാച്ചിങ് ഫാക്ടറാണ് ഈ ഒരു കല്ലുകൾ. ഇത് 4 ടൈപ്പ് കല്ലുകൾ ഇവിടെയുണ്ട്, അവൈലബിൾ ആണ്. റീസണബിൾ പ്രൈസ് ഒക്കെയാണ്. ഈ കല്ലുകൾ ഉപയോഗിച്ച് നമുക്ക് അക്വേറിയം, പോണ്ട്സ്, അതുപോലെ ഗാർഡൻ തന്നെ സെറ്റ് ചെയ്യാൻ ഒക്കെ നല്ല പോലെ പറ്റുന്ന നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള കല്ലുകളാണിത്. ഈ ഒരു നഴ്സറി ഒറിജിനേറ്റ് ചെയ്ത് തന്നെ ഈ ബോൺസായി കളക്ഷൻസിലാണ്. ഫസ്റ്റ് അവരൊരു ഹോബി ആയിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് ഈ ബോൺസായി കളക്ഷൻസ്. പിന്നീട് അതൊരു നഴ്സറിയായി മാറി എന്നാണ് അവർ പറഞ്ഞത്. അത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അത്രയും വെറൈറ്റീസ് ആയിട്ടുള്ള ബോൺസായി എവിടെയുണ്ട്. അത് ട്വീൻ ചെയ്ത് അതിനെ ബോൺസായി ആക്കി കൊണ്ടുവരുന്ന പ്രോസസ്സൊക്കെ നമുക്കത് കാണാൻ പറ്റും. നല്ല രീതിയിൽ തന്നെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഒരു നഴ്സറിൻ്റെ ഓണറാണ് ഇവർ, പ്രവീൺ ഭായ് പറയും ഈ ഒരു നഴ്സറി ഇതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രവീൺ ഭായ് പറയും. നമസ്കാരം, എൻ്റെ പേര് പ്രവീൺ. നഴ്സറിയുടെ പേര് നേരത്തെ പറഞ്ഞിട്ടുണ്ടാവില്ല, ഗാർഡനേഴ്സ് കോർണർ. ഞങ്ങൾ ലൊക്കേഷൻ എന്ന് പറയുന്നത് കൈനാട്ടിക്കും നാദാം റോഡിനിടയിലുള്ള KT ബസാർ എന്ന് പറയുന്ന സ്ഥലത്താണ്, വടകരയാണിത്. ഓക്കെ, ഞങ്ങളുടെ നഴ്സറിയിൽ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കാണാൻ പറ്റുന്ന പോലെ തന്നെ ഔട്ട്ഡോർ ആയിട്ടുള്ള എല്ലാ പ്ലാന്റുകളും ഉണ്ട്, ഇൻഡോർ പ്ലാന്റുകളുണ്ട്, ഫ്രൂട്ട് വെറൈറ്റീസിന് സെപ്പറേറ്റ് സെക്ഷൻ ഉണ്ട്, പിന്നെ വെജിറ്റബിൾസിന് സെക്ഷൻ ഉണ്ട്, പിന്നെ സ്പ്ലിറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ മാനുവേഴ്സ്, എല്ലാ തരത്തിലുള്ള ഓർഗാനിക് മാനുവേഴ്സ്, അങ്ങനെ എല്ലാ തരത്തിലുള്ള മാനുവേഴ്സിൻ്റെ സെക്ഷൻ ഉണ്ട്. പിന്നെ പോട്ടുകളിൽ തന്നെ പ്ലാസ്റ്റിക് പോട്ടുകൾ, ഫൈബർ പോട്ടുകൾ, ക്ലേ പോട്ടുകൾ, പിന്നെ ടെറാക്കോട്ട പോട്ടുകൾ, പിന്നെ ഇപ്പോൾ ഞങ്ങൾ ഇൻ അഡീഷൻ ഇപ്പോൾ റീസെൻ്റായിട്ട് ആഡ് ചെയ്തിരിക്കുന്നത് ഞങ്ങൾ സെപ്പറേറ്റ് ഒരു സെക്ഷൻ ചെയ്തിട്ടുണ്ട്. അത് ഇൻഡോർ പോട്ടുകൾക്ക് മാത്രമായിട്ടുള്ള ഒരു സെറാമിക്കിൻ്റെയും ഫൈബറിൻ്റെതും നല്ല ക്വാളിറ്റി ഉള്ള പോട്ടുകൾ. അത് പ്ലാന്റ് സെറ്റ് ചെയ്തതുകൊണ്ട് പ്ലാന്റ് സെറ്റ് ചെയ്യാത്തതുണ്ട്. അതിൽ ഇൻഡോർ പ്ലാന്റിൻ്റെ ഇതിൽ ഞങ്ങളുടെ സെക്ഷൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പോട്ടുകൾ ചൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റുകൾ ഫിക്സ് ചെയ്ത്, അത് ഞങ്ങളുടെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. ഇൻസ്റ്റൻ്റായിട്ട് ഞങ്ങൾ സെറ്റ് ചെയ്ത്, ആ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മണ്ണിലേക്ക് കുഴിച്ചിടുന്ന ഒരു പ്രോസസ്സല്ല. അതിന് ഞങ്ങൾ ഓൾറെഡി പ്രിപ്പയർഡ് ആയിട്ടുള്ള അതിൻ്റെ ഒരു മീഡിയ ഉണ്ട്. ഓക്കെ, ഹ്യൂമിസും പെർലൈറ്റും അങ്ങനെ എല്ലാം കൂടിയിട്ടുള്ള മിക്സ് ചെയ്തിട്ടുള്ള ഇൻഡോർ മീഡിയ. ഗാർഡൻ ഞങ്ങൾ ഔട്ട്ഡോർ കുറേ ചെയ്തിട്ടുണ്ട്, പാർക്കുകൾ തന്നെ ചെയ്തിട്ടുണ്ട്, അല്ലാതെ വീടുകൾ ചെയ്തിട്ടുണ്ട്, പിന്നെ ഇൻഡോർ തന്നെ ചെയ്യുന്നുണ്ട്.
ഇപ്പം നിങ്ങൾ ഇവിടെ എല്ലാവരും ഞങ്ങൾ വീട്ടിൽ കുറേ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഓർഡറിനനുസരിച്ച് അധികം നാളൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഓർഡർ പിന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇൻഡോറിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ ഞങ്ങൾക്ക് സെറാമിക് പോട്ടുകളുടെ കളക്ഷൻ ഉണ്ട്, ഫൈബേഴ്സിൻ്റെ കളക്ഷൻ ഉണ്ട്. പിന്നെ നിങ്ങൾ കണ്ടില്ലേ ടെറാക്കോട്ടയുടേതും തെറ്റില്ലാത്ത കളക്ഷൻ ഉണ്ട്. കാക്ടസ് ഞങ്ങൾ ഒരു കഴിഞ്ഞ ഒരു 10 വർഷത്തിൻ്റെ മുകളിലായിട്ട് ഇന്ത്യയിൽ മുഴുവനായിട്ട് ഓൺലൈൻ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഈ നഴ്സറി ഇവിടെ വരുന്നതിന് മുമ്പ് ഞങ്ങൾ ഫസ്റ്റിലി ഇനീഷ്യലി ചെയ്തിരുന്നത് ഓൺലൈനായിരുന്നു. നമ്മൾ യാത്ര 10 വർഷം ഫേസ്ബുക്കിൽ ഗാർഡനേഴ്സ് കോർണർ അഗ്രികൾച്ചർ നഴ്സറി കൊണ്ടല്ലേ ഉണ്ട്. അപ്പം അതിൽ ഞങ്ങളിപ്പം കൂടുതലായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് തുടക്കകാലത്തിലൊക്കെ കൂടുതലായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് കാക്ടസ് വെറൈറ്റികളായിരുന്നു. അതിൽ തന്നെ കാക്ടസ്, അഗേവ്, അലോസ്, സാൻസിവേരിയ, ഹൗറത്തിയ, യൂഫോബിയ ഇത്രയും വെറൈറ്റികളാണ് ഞങ്ങൾ ഇൻ ഡെപ്ത് ആയിട്ട് ചെയ്യുന്നത്. അതിൽ ഇപ്പോഴും ഞങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സാൻസിവേരിയയുടെ വെറൈറ്റികൾ. സാൻസിവേരിയ ഈ വെറൈറ്റി സ്പീഷ്യസിൻ്റെ ഇതൊക്കെ സാൻസിവേരിയ ഈ വെറൈറ്റികളാണ് ഇപ്പോൾ ഞങ്ങൾ കൂടുതലായിട്ട് ചെയ്യുന്നത്. സാൻസിവേരിയയിൽ തന്നെ നല്ല ഹൈ എൻഡ് 50 റുപ്പീസ് തൊട്ടിട്ട് ഒരു 25,000 മുകളിൽ റേഞ്ച് വരുന്ന ഇതൊക്കെ ഇതിൻ്റെ ഒരു തെറ്റില്ലാത്ത ചെടിക്ക് ഒരു 6,000 റുപ്പീസ് ആ റേഞ്ച് വരുന്നതാണ്. അപ്പോൾ ഇതിൽ തന്നെ വെരിഗേഷൻ വരുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ റേറ്റ് ഡിസൈഡ് ചെയ്യുന്നത്. ഫുൾ ഇതിൽ തന്നെ ഇത് വെറും ഗ്രീനാണ്, ഈ ഫോമിൽ വെറും ഗ്രീനാണ്. ഇതിൽ തന്നെ വെരിഗേഷൻ വരുന്നുണ്ട്. വെരിഗേഷൻ വരുമ്പോഴത്തേക്ക് അതിൻ്റെ റേറ്റ് ഒരു 10 ടൈംസ് ഹയർ ആകും. അത്രയും എക്സ്പെൻസീവ് ആയി മാറുന്നുണ്ട് വെരിഗേഷൻ. ഇതിലൊക്കെ ആക്ച്വലി ഇതിലൊക്കെ മദർ പ്ലാന്റുകൾ ഞങ്ങൾ ഇമ്പോർട്ട് ചെയ്തായിരുന്നു. ഇപ്പം ഞങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ മദർ പ്ലാന്റിൻ്റെ ബെഡുകളുണ്ട്. ഇതിപ്പോൾ ഞങ്ങൾ സെൽഫ് സഫിഷ്യൻ്റാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര റിക്വയർമെൻ്റ് ഉണ്ടോ അതിനനുസരിച്ചിട്ട് ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിന് അത്രയും മദർ പ്ലാന്റുകൾ ഞങ്ങൾക്ക് വീട്ടിലുണ്ട്. ഇപ്പം ഞങ്ങൾക്ക് വീട്ടിൽ മദർ പ്ലാന്റ് ബെഡുണ്ട് എല്ലാത്തിനും. യൂഫോബിയയുടെ യൂണിസ്പിന നല്ല രസമുള്ളൊരു വെറൈറ്റിയാണ്. വെരിഗേറ്റഡ്. ഇത് കാക്ടസിന്റെ ഒരു ക്രസ്റ്റ് ഫോമാണ്. കാക്ടസിന്റെ ക്രസ്റ്റിന്റെ ഫോമിലുള്ളതാണ്. അഗേവുകൾ, ഗാസ്ട്രേലിയ, പിന്നെ അലോ തന്നെ വെരിഗേറ്റഡ് അലോ, അഗേവ്, അലോ തന്നെ, അഗേവ് തന്നെ, സാൻസിവേരിയ, അഗേവ്. ഇതിൻ്റെ തന്നെ ഞങ്ങളടുത്ത് തെറ്റില്ലാത്ത കളക്ഷൻ ഞങ്ങൾ ഓൺലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇപ്പം ഔട്ട്ഡോർ പ്ലാന്റുകൾ, പിന്നെ ഔട്ട്ഡോർ പ്ലാന്റുകൾ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഈ ക്ലേ പോട്ടിലോ അല്ലെങ്കിൽ ഏത് പോട്ടിലേക്കാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഞങ്ങൾ ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ ചെയ്യുന്നു. അപ്പം പിന്നെ അല്ല ഇത്രയും ഒരു കളക്ഷൻ അല്ല ഇത്രയും ഒരു വെറൈറ്റീസ് ഞങ്ങൾ ഒരു ദിവസം തൃശ്ശൂർ പോയിട്ട് വാങ്ങിയതോ അല്ലെങ്കിൽ ഒരു ദിവസം ബാംഗ്ലൂർ പോയിട്ടോ അല്ലെങ്കിൽ ഒരു ദിവസം പൂനെയിൽ പോയിട്ട് കളക്ട് ചെയ്തതല്ല. ഇത് വർഷങ്ങളായിട്ട് ഞങ്ങൾ സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മളൊരു ഹോബിസ്റ്റ് ആയിരുന്നു. ചെടികൾ കളക്ട് ചെയ്യുക ഒരു ഹോബിസ്റ്റ്. പിന്നെ ഞങ്ങളൊരു നഴ്സറിയായി മാറിയതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും കളക്ഷൻ. അല്ലാതെ നമ്മളൊരു കൊമേഴ്ഷ്യൽ ഏംഗിളിൽ ചിന്തിച്ചാൽ നമ്മൾ ഇത്രയും എക്സ്പെൻസീവ് പ്ലാന്റുകൾ ഇങ്ങനെ അതെ അതെ ആ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് റീസൺ അതൊരു ഇതിന്റെ ബേക്കിൽ ഞങ്ങളുടെ ഒരു എഫേർട്ട് എന്നുള്ളൊരു ഹോബിസ്റ്റ് എന്നുള്ള ആ ഒരു പിന്നെ എൻ്റെ മാത്രം തനിച്ചുള്ള എഫേർട്ട് അല്ല, ഞങ്ങളുടെ എൻറ്റയർ ഫാമിലി പിന്നെ ഞങ്ങളുടെ പാർട്ണർ വിജയൻ ഞങ്ങളെല്ലാവരും കൂടെ ഒരു ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും കളക്ഷനും ഇത്രയും വെറൈറ്റീസും അറേഞ്ച് ചെയ്യാൻ പറ്റിയത്. കൊയിലാണ്ടി ആയിരുന്നു ഞങ്ങൾ ഫസ്റ്റ് നഴ്സറി തുടങ്ങിയിരിക്കുന്നത്. കൊയിലാണ്ടി നഴ്സറി ഉണ്ട്, കൊയിലാണ്ടി IT എടുക്കുന്ന നഴ്സറി ഉണ്ട്. കോഴിക്കോട് ബൈപ്പാസിൽ വേങ്ങേരി ജംഗ്ഷൻ ഇപ്പുറത്ത് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന നഴ്സറിയുടെ ഈ ടൈപ്പ് തന്നെയാണ്. കൂടുതലായിട്ടും ഇൻഡോഴ്സും ഈ പറഞ്ഞ റെയർ ആയിട്ടുള്ള പ്ലാന്റുകളും ഓർക്കിഡും തെറ്റില്ലാതെ ചെയ്യുന്നുണ്ട്. ഓർക്കിഡ് പക്ഷേ ഇപ്പോഴും ഇമ്പോർട്ടിംഗ് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ലോക്കലി സോഴ്സിങ് നടക്കുന്നുണ്ട്. കേരളത്തിൽ നിന്ന് തന്നെ പല ഫാമുകളിൽ നിന്നായിട്ട് തമിഴ്നാട്ടിൽ നിന്ന് ഫാമുകളിൽ നിന്നായിട്ട് ഓർക്കിഡ് ഇപ്പോൾ എടുക്കാൻ പറ്റുന്നുണ്ട്. പുറത്തുനിന്നും സോഴ്സിങ് പ്രാക്ടിക്കൽ ഈ കൊറോണയുടെ ആഫ്റ്റർ എഫക്ട്സ് ആയിട്ട് പോകാൻ പറ്റുന്നുണ്ട്. ഒരു നമ്മുടെ അടുത്തുള്ള ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കുറേ ബോൺസായികൾ കാണാൻ പറ്റും. അപ്പം കുറേ ബോൺസായികൾ ഞങ്ങൾ സ്കൂൾ ഡേയ്സ് തൊട്ട് SLC പഠിക്കുമ്പോൾ തൊട്ട് കളക്ട് ചെയ്യാൻ തുടങ്ങിയാണ്. പല പാലത്തിൻ്റെ മുകളിലും പല ടാങ്കിൻ്റെ മുകളിലുള്ള വൈൽഡ് കളക്ഷൻ ആയിരുന്നു ഇനീഷ്യലി ചെയ്തത്. അപ്പം പിന്നെ ഇപ്പോൾ ആണെങ്കിൽ നമുക്ക് ഇൻ്റർനെറ്റൊക്കെ ആയതോടുകൂടി എങ്ങനെയാണ് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കേണ്ടതെന്നുള്ള എല്ലാവർക്കും അറിയാൻ പറ്റും. പണ്ട് കാലത്ത് ബുക്കുകൾ മാത്രം റെഫർ ചെയ്തിട്ടുള്ളതൊക്കെയാണ്. അപ്പം ആ കാലത്ത് തുടങ്ങിയതാണ്. ബോൺസായിൽ നമുക്ക് സുലൈമാൻ എന്ന് പറഞ്ഞൊരു പാർട്ണർ കൂടെ ഉണ്ട്. ബോൺസായി ഞങ്ങൾ സീരിയസ് ആയിട്ട് ഇതിനെക്കാട്ടും കളക്ഷൻ ഞങ്ങൾക്ക്
കളിപ്പറമ്പിൽ നിന്ന്. എക്സിബിഷന് മാത്രം പോകുന്ന കുറച്ച് പ്ലാന്റുകളുണ്ട് ഞങ്ങൾക്ക്. ഒരു 50ഓളം പ്ലാന്റുകൾ ഞങ്ങൾ എക്സിബിഷൻസിന് മാത്രം കൊണ്ടുപോകുന്നുണ്ട്. അതിൽ ആ പ്ലാന്റുകളൊക്കെ തന്നെ കളിപ്പറമ്പിലാണ്. ബോൺസായി എക്സിബിഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫ്ലവർ ഷോസ് വന്നു കഴിഞ്ഞാൽ കണ്ണൂർ, കേളകം, കളിപ്പറമ്പ്, പയ്യന്നൂർ, ആ ഭാഗത്തേക്കുള്ള കാസർഗോഡ് വരെയുള്ള മംഗലാപുരം വരെയുള്ള ഏകദേശം എല്ലാ എക്സിബിഷനും ഞങ്ങൾ ബോൺസായി എക്സിബിറ്റ് ചെയ്യാറുണ്ട്. അവർ ഇൻവൈറ്റ് ചെയ്തിട്ട് ഞങ്ങൾ എക്സിബിറ്റ് ചെയ്യും. അതുപോലെ അവിടെ കോമ്പറ്റീഷൻ ഉണ്ടാവും. ബോൺസായി സത്യം കോമ്പറ്റീഷൻ തന്നെ ഞങ്ങൾ കളിപ്പറമ്പിൽ വെച്ചിരിക്കുന്നത്. ഇവിടെ അല്ല. അതെ, ഞങ്ങളെ ഇവിടെ എക്സിബിഷൻ ഞങ്ങൾ ഇവിടെ കൊണ്ടുപോകുന്നത് അത് സെപ്പറേറ്റ് കോൺസെൻട്രേറ്റ് ചെയ്യണം. എല്ലാം കൂടി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനൊരു ശ്രദ്ധ ഉണ്ടാവില്ല. സോ അത് അവർ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ കണ്ണൂരാണെങ്കിൽ ഫ്ലവർ ഷോ, അല്ലെങ്കിൽ കളിപ്പറമ്പ്, കേരളം, ഇതൊക്കെ ഫ്ലവർ ഷോയിൽ കോമ്പറ്റീഷൻ ഉണ്ടാവും. ബോൺസായിയുടെ കോമ്പറ്റീഷൻ ഉണ്ടാവും. ബെസ്റ്റ് പ്ലാന്റ് ഓഫ് ദി ഇയർ കോമ്പറ്റീഷൻ ഉണ്ടാവും. ഇതൊരു വർഷത്തിൻ്റെ അടുത്തായിട്ട് കണ്ണൂർ ഫ്ലവർ ഷോയിൽ ബെസ്റ്റ് പ്ലാന്റ് ഓഫ് ദി ഇയർ വിന്നതാണ്. അതുപോലെ ബെസ്റ്റ് ബോൺസായി വിന്നതാണ്. ബെസ്റ്റ് ബോൺസായി കളക്ഷൻ വിന്നതാണ്. ഈ പറഞ്ഞ സ്ഥലത്തൊക്കെ കോമ്പറ്റീഷൻ ഉണ്ടാകുമ്പോൾ അവിടെ അതുപോലെ കോഴിക്കോട് വട്ടം ഇൻവൈറ്റ് ഞങ്ങൾ പങ്കെടുക്കുന്നു. അവിടുത്തെ ബെസ്റ്റ് ബോൺസായും ബെസ്റ്റ് പ്ലാന്റ് ഓഫ് ദി ഇയറും ആയിരുന്നു. പിന്നെ കോഴിക്കോടേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഈ ഭാഗത്തേക്ക് എല്ലാ ഫ്ലവർ ഷോയിലും ഒരു പ്ലാന്റ് ലെവലിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ പലതരം വെറൈറ്റീസ് ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈഡ് ആവും. അതെ. പിന്നെ കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് ഈ സീസണിൽ ഞങ്ങൾ ഒരു ഫ്ലവർ ഷോ ഇവിടെ തന്നെ നടത്തിയിരുന്നു. ഫ്ലവർ ഷോ വിത്ത് ബോൺസായി എക്സിബിഷൻ ഞങ്ങൾ വലിയ ഇവൻ്റായിട്ട് തന്നെ നടത്തി. ഫസ്റ്റ് ടൈം ആണെങ്കിൽ കൂടി ന്യൂ ഇയറിനും ക്രിസ്മസിനൊക്കെ ഗാനമേളയും ഭയങ്കര പരിപാടികൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ വർഷം നടത്താൻ പറ്റിയില്ല, കോവിഡിൻ്റെ വിഷയം കാരണം. ഇപ്പോഴാണ് പിന്നെ എല്ലാ ചെടികളും വരുന്ന സമയമാണിപ്പോൾ. അപ്പം പക്ഷേ മഴ കാരണം ബോഗൺവില്ലയ്ക്ക് ഫ്ലവർ ചെയ്യാൻ പറ്റിയില്ല. ബോഗൺവില്ലയും ഞങ്ങളുടെ അടുത്തൊരു 70+ വെറൈറ്റീസ് ഉണ്ട്. 70 അത്രയും വെറൈറ്റീസ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഫ്ലവർ ചെയ്തതൊക്കെ കോമൺ ആയിട്ടുള്ള വെറൈറ്റികൾ. അത് ഞങ്ങൾ പുറത്തുനിന്ന് സോഴ്സ് ചെയ്തെടുക്കുക. അത് ഞങ്ങളുടെ ഓൺ പ്രൊഡക്ഷൻ ഇല്ല. ഞങ്ങളുടെ ഓൺ പ്രൊഡക്ഷൻ ഇറങ്ങി കഴിയുമ്പോഴേ ഇത്രയും വെറൈറ്റീസ് ഉണ്ടാവില്ല. ഞങ്ങളുടെ അടുത്ത് പുറത്തുനിന്ന് നമുക്ക് സോഴ്സ് ചെയ്ത് അത്രയും വെറൈറ്റീസ് കിട്ടില്ല. പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് കുറേ കാലങ്ങളായിട്ട് കളക്ട് ചെയ്ത മദർ പ്ലാന്റ്സിൻ്റെ കട്ടിങ്ങാണ് ഈ പറയുന്നത് ഇത്രയും കളേഴ്സ് എന്ന് പറയുന്നത്. അത് ഫ്ലവറിൻ്റെ കളർ മാത്രമല്ല, പ്ലാന്റിൻ്റെ ഷേപ്പുകൾ, അല്ലെങ്കിൽ എന്താ പറയുക, ചിലത് തീരെ ഡാർക്ക് ആയിരിക്കും, ചിലത് ശകലം. അപ്പോൾ ഒരേ ലീഫ് ആണെങ്കിലും ഒരേ ഫ്ലവർ ആണെങ്കിൽ കൂടി അതിൻ്റെ ഗ്രോത്തിൻ്റെ വ്യത്യാസം അനുസരിച്ചിട്ട് സെപ്പറേറ്റ്. അതെ. ഇപ്പോഴും ബോഗൺവില്ല കൂടുതൽ മാർക്കറ്റിൽ വരുന്നത് പുതിയ വെറൈറ്റീസ് ഒക്കെ വരുന്നത് എത്രത്തോളം ഡ്വാർഫായിട്ട് നിലം പറ്റി നിൽക്കുന്നു, അത്രയും ഫ്ലവർ ഉണ്ടാകാം. അതാണ് ഇപ്പം കൂടുതലായിട്ട് പിന്നെ ഹൈബ്രിഡ്സ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് അവരുടെ പ്രൊഡക്ഷൻ ഹൗസ് കാണാം. അവിടെ നിന്നാണ് അവരുടെ മദർ പ്ലാന്റ് യൂസ് ചെയ്ത് പ്ലാന്റ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ആക്ച്വലി ന്യൂലി ഒരു നഴ്സറി കോഴിക്കോട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രിപ്പറേഷനാണ് നമ്മളവിടെ കണ്ടത്. നമുക്കതെന്തെല്ലാം കാണാം. ആക്ച്വലി ഞങ്ങളുടെ വർക്ക്ഷോപ്പ് മാതിരിയുള്ള പിന്നെ ഒരു ബാക്കപ്പാണ്. അപ്പോൾ ഇതിൽ ഇപ്പോഴും ഞങ്ങൾ ഇതുമാതിരി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഞങ്ങൾ കോഴിക്കോട് നഴ്സറി തുടങ്ങാൻ പോകുന്നത്. ഇപ്പോൾ അവിടെ ഞങ്ങൾക്ക് പോയി നിന്നുകൊണ്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നൊരു കണ്ടീഷൻ ആയിട്ടില്ല. വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടെ ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇവിടെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുക എന്നുള്ള ഐഡിയയിൽ കുറേ വെറൈറ്റികൾ ഞങ്ങളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാതെ വന്നു കഴിഞ്ഞാൽ ലൈക്കോപോഡിയം എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഒരു ഹാങ്ങിങ് വെറൈറ്റിയാണ്. നോർമലി ഫോറസ്റ്റിൽ ഉണ്ടാകുന്ന വെറൈറ്റിയാണ്. നമ്മുടെ നാട്ടിൽ നമുക്ക് വലിയൊരു ചൂടില്ലാത്ത ഏരിയയിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റി. ഇൻഡോർ ആയിട്ടല്ല, ഇതിന് ലൈറ്റ് വേണം, നല്ല വെട്ടം വേണം. അപ്പം ഒരു സെമി ഇൻഡോർ എന്ന് വേണമെങ്കിൽ പറയാം. ഫുൾ സണ്ണാണെങ്കിൽ ഇതുമായി സൺബേൺ മാതിരി വരും. ആക്ച്വലി ഈ വെറൈറ്റിയുടെ പേര് ഹൗറത്തിയ ലിമിഫോളിയ വെരിഗേറ്റഡ് എന്നാണ്. ഓക്കെ,
ഇത് ഞങ്ങളുടെ മദർ പ്ലാന്റുകളുടെ ഒരു സെക്ഷനാണ് ഇതൊക്കെ. അപ്പം ഇതിന് തന്നെ കുറേ വ്യത്യാസമുള്ള സാധനമുണ്ട്. ഈ വെരിഗേഷൻ ഗ്രീൻ ഇതില്ലാതെ യെല്ലോ ഇല്ലാതെ വരുന്നത് മുഴുവൻ ഗ്രീനിൽ വരുന്നത് കോമൺ ആയിട്ടുള്ള ഹൗറത്തിയ ലിമിഫോളിയ. ഇത് ഹൗറത്തിയ ലിമിഫോളിയ വെരിഗേറ്റഡ് ആണ്. ഇതിൽ തന്നെ 2-3 വെറൈറ്റീസ് വരുന്നുണ്ട്. ഹൗറത്തിയ ലിമിഫോളിയ വെരിഗേറ്റഡ് തന്നെ അതിൻ്റെ ഹൈബ്രിഡ് വരുന്നുണ്ട്. അത് വേറെ സ്റ്റാൻഡേർഡ് ഇവിടെ ഈ ഒരു ഇത് ഈ ടൈപ്പ് അത് യൂഫോബിയ ഫ്രാങ്കോസി എന്ന് പറഞ്ഞിട്ട് ഒരു ഫോളിയേജ് പ്ലാന്റ് ആണ്. അതിന്റെ കട്ടിങ് ഉണ്ടാവും, അതിന്റെ കട്ടിങ് ഉള്ളതും ഉണ്ടാവും, കട്ടിങ് അല്ലാതെ നല്ല ബോൺസായി ഷേപ്പുള്ള പ്ലാന്റുകൾ ഉണ്ടാവും. ഇതൊക്കെ കട്ടിങ്സ് ആണ്. കട്ടിങ്സ് അല്ലാതെ തന്നെ ബോൺസായി ഷേപ്പുള്ള പ്ലാന്റുകൾ സ്റ്റാൻഡിൽ ഉണ്ടാവും, ഇതിലെങ്കിലും ഉണ്ടാവും. നല്ല ഭംഗിയുള്ള ബോൺസായി ഷേപ്പിൽ വരുന്ന ഒരു പ്ലാന്റ് ആണ്. നല്ല രസമുള്ള ഫോളിയേജ് ആണ്. നനവിന്റെ അധികം ആവശ്യമില്ല. ഇതിനൊന്നും അധികം നനവ് കുറച്ച് നനവുണ്ട്. അതും അഗ്ലോണിമ തന്നെ. അതിനൊക്കെ അഗ്ലോണിമ എന്ന് കഴിഞ്ഞിട്ട് വേറൊരു പേര് കൂടെ ഉണ്ട്. ഓരോ വർഷവും ഏറ്റവും ഒരു 50 വെറൈറ്റി എങ്കിലും പുതുതായിട്ട് വരും. അതിന്റെ ഇനീഷ്യൽ വന്നുകൊണ്ടിരിക്കുന്ന വെറൈറ്റി ആയിരുന്നു. അതിന്റെ ഫുൾ റേറ്റ് അതിപ്പോ നാട്ടിൽ 100 രൂപയുടെ താഴെയായിരുന്നു ഒരു പ്ലാന്റിന് സുലഭമായിട്ട് കിട്ടുന്ന വെറൈറ്റി. അത് ഹോയ വെറൈറ്റിയാണ്. ഹോയ കെറി ഗ്രീൻ. അതിന്റെ തന്നെ വെരിഗേഷൻ ഉള്ളത് 3 ഫോം ഉണ്ട്. സാധാരണ നല്ലോണം ഫ്ലവർ ചെയ്യും, ക്രീപ്പറാണ്. ഇത് ഹോയ കെറിയുടെ തന്നെ വെരിഗേഷൻ. അത് നല്ല പ്ലാന്റുകൾ അവിടെ ഏരിയയിൽ പ്ലാന്റ് 2007 ആ കാണിച്ചത് 2000 ഈ ക്യൂബിക്കിന് 2500 ഒരു പ്ലാന്റിന്റെ റേറ്റ്. നേരത്തെ നിങ്ങൾ ഗ്രീൻ അല്ലേ കണ്ടിരുന്നത്, ഇതിപ്പോ ഇത് ഗ്രീനിന്റെ തന്നെ വെരിഗേഷൻ. ഇതിന്റെ റിവേഴ്സ് വെരിഗേഷൻ ഉണ്ട്. മുകളിൽ യെല്ലോ കളർ മാർക്കിങ് വരുന്നത് എല്ലാം വെരിഗേഷൻ. അത് വെരിഗേറ്റഡ് ലീഫ്. ഇതിൽ കാണുന്നത് ഇത് ബോധിയാണ്. നമ്മുടെ ബുദ്ധൻ തപസ് ചെയ്ത ബോധിയില്ലേ, ബോധിയുടെ വെരിഗേഷൻ. ബോധി മരത്തിന്റെ വെരിഗേഷൻ ആണ്. കുറച്ച് റെയർ ആയിട്ടുള്ള ഏരിയ ആണ്. ബോധി കോമൺ ആണ്, പക്ഷേ ബോധിയുടെ ഈ വെരിഗേഷൻ കുറച്ച് റെയർ ആയിട്ടുള്ള പ്ലാന്റ് ആണ്. പിന്നെ ഇതൊക്കെ എയർ പ്ലാന്റുകൾ തന്നെയാണ്. എയർ പ്ലാന്റ് വലിയതായ പ്ലാന്റുകൾ ആ ഡ്രിഫ്റ്റ് വുഡിൽ സെറ്റ് ചെയ്തതാണ്. ഇതിനകത്ത് കൂടുതലായിട്ടുള്ളത് ഫേണുകൾ, ലൈക്കോപോഡിയം, പിന്നെ ഫോളിയേജ് വെറൈറ്റീസ്, പിന്നെ ബ്രൊമിലിയാഡ് വെറൈറ്റീസ്. ഇത്രയും വെറൈറ്റികളാണ് ഇതിൽ കൂടുതലായിട്ടുള്ളത്. പിന്നെ കുറെ ഹോയ വെറൈറ്റികളുണ്ട്, എയർ പ്ലാന്റിന്റെ കുറെ വെറൈറ്റികളുണ്ട്, ലൈക്കോപോഡിയത്തിന്റെ വെറൈറ്റി. ഇത് വേറൊരു വെറൈറ്റിയാണ്, ഇത് വേറൊരു വെറൈറ്റി. പിന്നെ എയർ പ്ലാന്റ്, അതൊക്കെ എയർ പ്ലാന്റുകളാണ്. എയർ പ്ലാന്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സത്യത്തിൽ അതിനൊരു മീഡിയയുടെ ആവശ്യമില്ല. ഇത് സാധനം നമുക്കൊരു ടേബിളിൽ വുഡൻ സർഫേസിൽ ഇങ്ങനെ വെക്കാം. നല്ല രസമുള്ള ഭംഗിയുള്ള ഫ്ലവർ ഉണ്ടാകും. ഓ, ഇതിങ്ങനെ ക്ലംബായിട്ടാണ് വളരെ സിംഗിൾ പ്ലാന്റ്. അത് വലിയ ക്ലംബായിട്ട് വളരും. ഇതാണ് അതിന്റെ സിംഗിൾ പ്ലാന്റ് എന്ന് പറയുന്നത്. ഇത് ടിലാൻസിയ. ഇതിന്റെ പേര് ടിലാൻസിയ ഇയോനാന്താന്ന് പറയും. ഇതിന് റൂട്ട് അങ്ങനെ റൂട്ട് വരും. റൂട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ അതിന് വേറൊരു ഫംഗ്ഷൻ ഒന്നുമില്ല. റൂട്ട് എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും സ്റ്റിക്ക് ചെയ്ത് നിൽക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മനോഹരമായ ഫ്ലവറാണ് ഉണ്ടാകുക. ഫ്ലവർ ഉണ്ടായി നല്ല രസമുള്ള ഫ്ലവർ ഉണ്ടാവും. ഫ്ലവർ ഉണ്ടായി കഴിഞ്ഞാൽ ഫ്ലവർ ഏറ്റവും ചുരുങ്ങിയത് 2 മാസത്തേക്ക് ഉണ്ടാകും. അതിന്റെ മുകളിൽ തന്നെ നിൽക്കുന്നത്. ഇതൊക്കെ എയർ പ്ലാന്റുകളുടെ വെറൈറ്റീസ്. ഇതെല്ലാം എയർ പ്ലാന്റ്. ഇതിന് വേണ്ടുന്ന എല്ലാ ന്യൂട്രീഷൻസും അത് എയർന്ന് വലിച്ചെടുക്കും. അതാ ഇതിന്റെ പ്രത്യേകത.
അല്ല, അത് ലൈക്കോപ്പൊടി, അതിന് മീഡിയയുടെ ആവശ്യമുണ്ട്. അത് പിന്നെ ഇതിൽ കാണുന്നത് കൂടുതലായിട്ട് കാണുന്ന എയർ പ്ലാന്റുകൾ തന്നെയാണ്. വലിയ എയർ പ്ലാന്റുകൾ, പലതരത്തിലുള്ള എയർ പ്ലാന്റുകളുണ്ട്. പിന്നെ ലൈക്കോപ്പൊടി വെരിഗേറ്റഡ് ഫോമിലുള്ളത്. ലൈക്കോപ്പൊടിയും വെരിഗേറ്റഡ്. പിന്നെ നമ്മുടെ നാട്ടിൽ കോളേജ് ഡേയ്സിൽ സ്കൂൾ ഡേയ്സിലൊക്കെ പഠിച്ചിരുന്ന പ്രാണിയെ തിന്നുന്ന വെറൈറ്റികളാണ് ഇതെല്ലാം. അതിന് കുറേ വെറൈറ്റീസ് ഉണ്ട്. അതിൽ എവിടെയൊക്കെ കാർണിവോറസ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്, അത് കാർണിവോറസിന്റെ വെറൈറ്റികൾ. ഇതിൽ തന്നെയും കുറേ വെറൈറ്റികളുണ്ട്. ഇത് കാർണിവോറസ് പ്ലാന്റിന്റെ വേറൊരു വെറൈറ്റിയാണ്. ഇതിന്റെ ഒരു പ്രത്യേകത വലിയ ലോങ് ആയിട്ട് വളരില്ല. അതിന് പകരമായിട്ട് ബുഷായിട്ട് ചട്ടിക്കകത്ത് തന്നെയാണ് ഇത് കൂടുതലായിട്ട് ഇതിന്റെ പോടുകൾ ഉണ്ടാകുന്നത്. പിന്നെ ഇത് വളർത്തുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലാന്റുകൾക്ക് നമ്മൾ പുറത്തു നിന്ന് മാനുവർ ചെയ്യാൻ പാടില്ല. വളം നമ്മൾ പുറത്തുനിന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഈ പോടുകൾ ഉണ്ടാവുകയില്ല. ഇതിനെന്താ ഇപ്പൊ വളം കൊടുക്കുന്നത്? ഇതിന് ഒരു വളം ഇടാൻ പാടില്ല. ഇത് പ്രകൃതിയിൽ നിന്ന് ഈ പ്രാണികളെയൊക്കെ ജീവിക്കാനുണ്ട്. അപ്പൊ പ്രാണികളെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇത് ഓരോ ലീഫിൽ ഉണ്ടാക്കിയെടുക്കണം. അത് നമ്മൾ വളം ചെയ്ത് കഴിഞ്ഞാൽ എംറ്റി ആയിട്ടാണ് വരിക. കണ്ടോ, ലീഫിൽ ഇത് പറഞ്ഞു പോയതാണ്, എംറ്റി ആയിട്ട് വന്നു കളി. അപ്പൊ ഈച്ച് ആൻഡ് എവറി ലീഫിന് ഉണ്ടാവും, നിർബന്ധമായിട്ട് വേണം, എന്നാലും മാത്രമേ അതിന് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. കാണുന്നത് എല്ലാം തന്നെ ബ്രോമിലിയാഡ് വെറൈറ്റീസ്. അതിൽ കോമൺ ഇന്ത്യൻ വെറൈറ്റീസ് ഉണ്ട്, ഇമ്പോർട്ടഡ് വെറൈറ്റീസ് ഉണ്ട്. ഇത് ഞങ്ങൾ പുറത്തുനിന്ന് കൊണ്ടുവന്ന ചെടിയാണ്, അത് പുറത്തുനിന്ന് കൊണ്ടുവന്ന ചെടിയാണ്. ചിലതിന്റെ ടിപ്പിൽ വേറെ കളർ ഉണ്ടാവും. ഇത് പിന്നെ ബ്രോമിലിയാഡിന്റെ റെഡ് ലിപ്സ്റ്റിക് എന്ന് പറയുന്ന വെറൈറ്റി ഇന്ത്യൻ വെറൈറ്റിയാണ്. അത് സാധാരണ കോമൺ ആയിട്ട് എല്ലാ സ്ഥലത്തും കാണുന്ന വെറൈറ്റിയാണ്. അതിൽ തന്നെ കുറെ നല്ല ഹൈ എൻഡ് വെറൈറ്റീസ് ഉണ്ട്. അതിൽ തന്നെ നല്ല ഫോറിൻ രാജ്യങ്ങളിലുള്ള ചിലതുണ്ട്, ചില വെറൈറ്റീസ്. ഇത് നല്ല വെറൈറ്റി, ഇത് കുറച്ച് നല്ല എക്സ്പെൻസീവ് വെറൈറ്റിയാണ്. അതിലും റിവേഴ്സ് ഉണ്ട്. സാൻസിവേരിയുടെ ഞങ്ങളുടെ ഇവിടെയുള്ള കുറച്ച് പ്ലാന്റുകളാണ്. ഇതൊക്കെ കുറച്ച് റെയർ ആയിട്ടുള്ള വെറൈറ്റികളാണ്, കുറച്ച് എക്സ്പെൻസീവ് വെറൈറ്റികളാണ്. അതിന്റെ മെയിൻ്റനൻസ് നടന്നുകൊടുക്കുക. സാൻസിവേരിക്ക് ഞങ്ങൾക്ക് ഒരു 10-100 വെറൈറ്റീസ് എങ്കിലും മിനിമം ഉണ്ടായിരിക്കും അവർക്ക്. പിന്നെ അതുപോലെ ഇത് ലേഡീസ് ഫിംഗർ പാമിന്റെ തന്നെ വെരിഗേഷൻ ഫോം. സാധാരണ കോമൺ ലേഡീസ് ഫിംഗർ പാമിന്റെ തന്നെ വെരിഗേഷൻ ഉള്ളതാണ്. വളരെ ഈസി ആയിട്ട് അവൈലബിൾ അല്ല, കുറച്ച് റെയർ ആയിട്ടുള്ള പ്ലാന്റിൽ പെട്ടതാണ് ലേഡീസ് ഫിംഗർ പാമിന്റെ വെരിഗേഷൻ. ഇത് വേറൊരു വെരിഗേഷൻ ആണ്. നമ്മുടെ പ്ലുമേറിയയിലെ ചെമ്പകത്തിന്റെ വെരിഗേഷൻ, തായ്ലൻഡിന്റെ ഒരു പ്ലാന്റ് ആണ്. ഇതിലും ഭയങ്കര മനോഹരമായിട്ടുള്ള ഫ്ലവർ ഉണ്ടാവുക, ഡാർക്ക് പിങ്കിലുള്ള ഫ്ലവർ ഉണ്ടാവുക. ഇതിലും ഞങ്ങളടുത്ത് ചെറിയ പ്ലാന്റുകൾ അവൈലബിൾ ആണ്. ഇതൊക്കെ തായ്ലൻഡാണ്. പിന്നെ വേറൊരു വെറൈറ്റിയാണ് സ്പാനിഷ് മോസ്. ഇത് ഞങ്ങളുടെ തന്നെ ഓൺ പ്രൊഡക്ഷൻ ഉണ്ട് ഇപ്പോഴും. ഇത് ഞങ്ങൾ ഇനീഷ്യലി ഞങ്ങൾ തായ്ലൻഡിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു. തായ്ലൻഡിൽ നിന്ന് കൊണ്ടുവന്ന പ്ലാന്റ് ഇതാണ്. ഞങ്ങൾ അന്ന് തായ്ലൻഡിൽ നിന്ന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കൊണ്ടുവന്ന പ്ലാന്റാണിത്. അതിനുശേഷം ഞങ്ങളുടെ തന്നെ ഓൺ പ്രൊഡക്ഷനുകളാണ്. ഇത് ഞങ്ങൾ നല്ലോണം ഓൺലൈനായിട്ട് പോകുന്നുണ്ട്. നഴ്സറിയിലെ വാക്കിൻ കസ്റ്റമേഴ്സും ഇത് കുഴപ്പമില്ലാത്ത രീതിയിൽ എടുക്കുന്നുണ്ട്. വലിയ മെയിൻ്റനൻസിൻ്റെ ആവശ്യമില്ല. ഡയറക്റ്റ് സണ്ണിൽ വെക്കാതിരിക്കുക. പിന്നെ ഒരു കാര്യം സൂക്ഷിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ നമുക്ക് പുറത്ത് വളരെ ഫ്രീ ആയിട്ട് തൂക്കിയിട്ട് കഴിഞ്ഞാൽ പക്ഷികൾ കൂട് വെക്കാൻ വേണ്ടിയിട്ട് എടുത്തുകൊണ്ടിരിക്കുക. അത് മാത്രം ഒന്ന് സൂക്ഷിച്ചാൽ മതി. പിന്നെ നല്ല എക്സ്ട്രീം ആയിട്ടുള്ള ക്ലൈമറ്റ് വരുമ്പോൾ വാട്ടർ സ്പ്രേ. വേറെ ഒരു വിഷയവും ഈ പ്ലാന്റിലില്ല. നല്ലോണം എത്രത്തോളം താഴത്തേക്ക് ഉള്ളത് അത്രത്തോളം താഴത്തേക്ക് പോയിക്കൊള്ളും. അത് ഒരു 7 feet ഒക്കെ വളരുന്ന ചെടി ഉണ്ട് ഇത്. പിന്നെ റെഡ് ലിപ്സ്റ്റിക് പ്ലാന്റ്. ഇതിൽ ഹാങ്ങിങ് വെറൈറ്റിയാണ്. ഇതിൽ ഒരു 3-4 വെറൈറ്റീസ് ഉണ്ട്. വൈറ്റ് ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, റെഡ് ഉണ്ട്. ഇത് റെഡ് ലിപ്സ്റ്റിക് ഇതിലുള്ള ഒരു ഫ്ലവർ ഉണ്ടാവും. അത് റെഡ് കളർ ആയിരിക്കും. വലിയ ഫ്ലവർ ആണ്, കുറച്ച് ദിവസം നിൽക്കുന്ന ഫ്ലവർ ആണ്. നല്ല രസമുള്ള ഒരു വെറൈറ്റിയാണ്. ഇപ്പൊ നമ്മൾ ചേട്ടന്റെ വീട്ടില് എന്താ പറയാ ലാബിലാണ് അല്ലേ? ഇത് ഞങ്ങളുടെ സത്യത്തിൽ ഇവിടെ ഞങ്ങൾക്ക് അങ്ങനെ കസ്റ്റമേഴ്സിനെ കൊണ്ടുവരാറില്ല. ഞങ്ങൾ പ്രൊഡക്ഷൻ ഏരിയയാണ്. ഞങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുന്നതൊക്കെ ഇവിടെ വെച്ചിട്ടാണ്. അപ്പോൾ ഈ മൾട്ടിപ്ലൈ ചെയ്തിട്ട് റൂട്ട് വന്നിരിക്കുന്ന പ്ലാന്റുകൾ, റൂട്ട് വരാനുള്ള പ്ലാന്റുകൾ, അതൊക്കെയാണ് ഇവിടെ ഉണ്ടാവുക. അപ്പോൾ ഞങ്ങൾ നോർമലി കസ്റ്റമേഴ്സിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാറില്ല. ഇപ്പൊ ചേട്ടൻ എത്ര കൊല്ലമായിട്ടുള്ളൊരു കളക്ഷനും കാര്യങ്ങളൊക്കെയാണിത്? ഞങ്ങളുടെ ഒരു ഏറ്റവും ചുരുങ്ങി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 15 വർഷത്തിന്റെ മുകളിലായിട്ടുള്ള കളക്ഷനാണ് ഈ ചെടികളിൽ കാണുന്നത്. പിന്നെ കാക്ടസ്, സക്കുലൻസിലൊക്കെ ഞങ്ങൾ അതിന് കുറച്ച് മുന്നേ കളക്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ബോൺസായി ആയിരുന്നു ഇനീഷ്യലി ഉണ്ടായിരുന്നത്. പിന്നെ പുറത്തായത്
പുറത്തായിരുന്നപ്പോൾ ബാക്കിയുള്ള ഫാമിലി തന്നെയാണ് ഇതെല്ലാം നോക്കി നടത്തിയിരുന്നത്. പക്ഷെ അന്ന് ഞങ്ങൾക്ക് കൊമേഴ്ഷ്യലി ഒരു ആംഗിൾ ഉണ്ടായിരുന്നില്ല, സെയിൽ എന്ന് പറയുന്ന സംഗതികളൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളൊരു ഹോബി ആയിട്ട് മാത്രം ചെയ്യുന്നതായിരുന്നു. ശരി, ചേട്ടനൊരു പ്രവാസിയാണ്. യു എയിൽ എത്ര കൊല്ലം ഉണ്ടായിരുന്നു? ഞാൻ 20 വർഷത്തിന് മുകളിൽ യു എയിൽ ഉണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്ന ആ വലുത് സാമിയയുടെ തന്നെ വെരിഗേഷൻ ഫോമിലുള്ളതാണ്. കുറച്ച് റയർ ആയിട്ടുള്ള വെറൈറ്റിയാണ്. അതിന്റെ ലീഫ് വെരിഗേഷൻ വരുന്നതാണ്. കുറച്ച് എക്സ്പെൻസീവ് ആണ്, കുറച്ച് റെയറുമാണ്. ഇതിപ്പോ ഈ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ ചെടികൾ എല്ലാം തന്നെ പുതിയ പോട്ടുകളിലേക്ക് ഓരോരുത്തരുടെ റിക്വയർമെന്റിനനുസരിച്ചിട്ട് സെറ്റ് ചെയ്ത് വെച്ചാണ്. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾക്ക് ഞങ്ങൾ ഇൻഡോർ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ലാൻഡ്സ്കേപ്പിംഗ് സെറ്റ് ചെയ്യുന്ന മാതിരി ഓരോ വീടുകളിലേക്കും അവിടെ പോയിട്ട് എല്ലാം അവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് അവർ നമ്മുടെ നഴ്സറിയിൽ വന്ന് കൺഫേം ആയ അവരെ കൊണ്ടുവന്ന് കാണിച്ച് പോട്ട് കാണിച്ച് പ്ലാന്റ് കാണിച്ച് സെറ്റ് ചെയ്ത് വെച്ച് ഒരു 10-15 ദിവസം ഞങ്ങളെടുത്ത് സെറ്റാക്കി അതിനുശേഷം മാത്രമേ ഞങ്ങൾ കൊണ്ടുപോയിട്ട് അവർക്ക് ഡിസ്പ്ലേ ചെയ്യുന്നുള്ളൂ. അതിൽ പെട്ടതായത് ഇതൊക്കെ നാളെ ട്രാവൽ ചെയ്യേണ്ട ചെടികളാണ്. ഇത് ആ വലിയ അതൊക്കെ നാളത്തേക്കും മറ്റന്നാളത്തേക്കും ആയിട്ട് പോകേണ്ട ചെടികളാണ്. ഇതൊക്കെ വെച്ച് ഇത് ബെസ്റ്റ് എയർ പ്യൂരിഫയർ ആണ്, ഏറ്റവും നല്ല എയർ പ്യൂരിഫയർ ആണ്. സാമിയാണ് അതിൻ്റെ പേര്. സാമിയയുടെ തന്നെ 4 ഫോം ഉണ്ട്. ഒന്ന് ഇത് നോർമൽ സാമിയ, പിന്നെ സാമിയുടെ ഡ്വാർഫ് വെറൈറ്റി, ഇത് സാമിയുടെ ഡ്വാർഫ് വെറൈറ്റി, ഇത് ഡ്വാർഫ് വെറൈറ്റി സാമിയുടെ. ഇതിൽ തന്നെ നേരത്തെ കണ്ട വെരിഗേഷൻ, പിന്നെ അതിൻ്റെ തന്നെ ബ്ലാക്ക്, അങ്ങനെ 4 ഫോം ഉണ്ട് സാമിയയിൽ. പ്ലാത്തിഫില്ലം നല്ല ബെസ്റ്റ് ഇൻഡോർ ആണ്. നല്ല രസമുള്ള വൈറ്റ് കളർ ഫ്ലവർ ഉണ്ടാവും. വൈറ്റ് കളർ മാറി ഗ്രീൻ ആയതാണ്. വലിയ പ്ലാന്റുകൾ വലിയ സ്പേസിലേക്ക് വെക്കാൻ നല്ല നല്ല ഫുൾ എവർഗ്രീൻ ആയിട്ട് നിന്നോളൂ. അതിൽ വൈറ്റ് കളർ ഫ്ലവർ ഉണ്ടാവുക. വൈറ്റ് കളർ പോയി കുറേ ആയിട്ട് മുന്നേ ഉണ്ടായതാണ്, അത് ഗ്രീൻ ആയതാണ്. ഞങ്ങൾക്ക് ഓൺലൈനായിട്ട് പോകുന്ന അല്ലെങ്കിൽ എക്സോട്ടിക് ആയിട്ടുള്ള പ്ലാന്റുകൾ എടുക്കാൻ വരുന്നതെല്ലാം തന്നെ നല്ലോണം ദൂരെ നിന്ന് വരുന്നതാണ്. ഗാർഡൻ സെറ്റ് ചെയ്തത് ഞങ്ങൾ കോഴിക്കോട് നിന്ന്, അതുപോലെ വയനാട് ഭാഗത്തുള്ള പാർക്കുകൾ അല്ലെങ്കിൽ വയനാട് ഭാഗത്തുള്ള ചെറിയ ചെറിയ റിസോർട്ടുകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഓരോരുത്തരുടെ വീടുകളിലേക്ക് അവർക്ക് ചില ആളുകൾക്ക് മുഴുവനായിട്ട് ഫ്രൂട്ടായിരിക്കും വേണ്ടി വരിക. ഫ്രൂട്ട് വെറൈറ്റീസിൻ്റെ ഇതാണ് വേണ്ടത്, അത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെജിറ്റബിൾസിൻ്റെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. റിലേറ്റഡ് ആയിട്ടുള്ള A to Z ചെയ്ത് കൊടുക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അത് എത്രത്തോളം ഡെപ്തിലെത്തും എന്നുള്ളത് അറിയില്ല, പക്ഷേ വി ആർ ട്രൈങ് അവർ ബെസ്റ്റ്. അല്ല, ഈ പോട്ടുകളൊക്കെ ഞങ്ങൾ ഒരു കമ്പനിയിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. അത് ഞങ്ങൾ സോഴ്സ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം ഓരോരോ സ്ഥലത്തേക്ക് ഓരോ കളറാണ് യൂസ് ചെയ്തത്. അതിനനുസരിച്ചിട്ട് ഇതിപ്പോൾ ഫസ്റ്റ് കോട്ട് അടിച്ചിട്ട് മേടിച്ചിട്ടതാണ്. അപ്പോൾ അത് ഒന്ന് വാഷ് ചെയ്ത് രണ്ടാമത്തെ കോട്ട് അടിക്കും. അപ്പോൾ പിന്നെ അവർ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കാരണവശാലും കളർ പോകുന്ന വിഷയം വരില്ല, അല്ലെങ്കിൽ കളർ പെട്ടെന്ന് കിട്ടും. ഇത് കാറ്റസിനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സെഷനാണ്. ഭയങ്കര രസം ഇത് കാണാൻ. പലതരം കാറ്റസ് ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ കുറേ ഏജിലായിട്ടുള്ള ബോൺസായികൾ അണ്ടർ ട്രെയിനിങ് ഉള്ളതൊക്കെ കുറേ ചെടികൾ നമുക്ക് പുറത്ത് ആയത് കാരണം ശ്രദ്ധയില്ലാതെ കുറേ ചെടികളുണ്ട്. അതൊന്ന് കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം തീരെ സ്പേസ് ഇല്ലാത്ത പോട്ടിലുള്ള ബോൺസായികളാണ്. കുറേ വർഷമായത്, ഒരു 5 വർഷത്തിന് മുകളിലായി ചെയ്യാണ്. ഇതൊക്കെ ഇവരെ ബോൺസായി ട്രെയിനിങ് ആൻഡ് പ്രോസസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വർക്ക്ഷോപ്പാണ്. ഇങ്ങനെ ഒരു തടിച്ചൊരു സ്ട്രിങ് ട്വിൻ ചുറ്റിയിട്ടാണ് ഈ ഒരു ബോൺസായി ഈ ഷേപ്പിലാക്കി വെക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ ഇവർ കാണിച്ചു തന്നത്. നല്ല രസമുണ്ട് കാണാൻ. ഈ ഒരു സ്ട്രിങ് ആണ് വെച്ചിട്ട് ട്വിൻ ചെയ്ത് ഇവിടെയൊക്കെ കാണാൻ നമുക്ക് ട്വിൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഷേപ്പിലേക്ക് ബോൺസായി വളരും. അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തിരിക്കുന്നത്.
അപ്പോൾ നമ്മളെല്ലാവരും പ്രൊഡക്ഷൻ ഹൗസിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, എന്തൊക്കെ വെറൈറ്റി ചെടികളുണ്ട്, അതെങ്ങനെ ഉണ്ടാക്കുന്നു, ഇതൊക്കെ കണ്ടു. ഇനി നമുക്ക് കുറച്ച് ഫ്ലവർ വെറൈറ്റീസൊക്കെ കാണാം. ഡെയ്സി, ഹൈഡ്രേഞ്ച്, അതുപോലെ റോസ്, പലതരത്തിലുള്ള റോസുകൾ, ചെത്തിപ്പൂ, ചെട്ടിപ്പൂ, ഇങ്ങനെ പല വെറൈറ്റീസ് ആയിട്ടുള്ള ബോഗൺവില്ലയിൽ കുറേ വെറൈറ്റീസ്, പീനട്ട് ഫ്ലവർ, അങ്ങനത്തെ ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ട്. അതുപോലെ പേരറിയാത്ത ഒരുപാട് ഫ്ലവേഴ്സ് ഇവിടെ കാണാം. നല്ല ഭംഗിയുള്ള കുറേ ഫ്ലവേഴ്സ് ഉള്ള ഫ്ലവറിങ് പ്ലാന്റ്സ് ഒക്കെ ഇവിടെ കാണാം. ഞാൻ ഇതുവരെ പോയ നഴ്സറികളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് വെരിഗേറ്റഡ് ഐറ്റംസ്, അതായത് ഈ ഒരു ചെത്തിപ്പൂവിൻ്റെ, നമ്മൾ സാധാരണ ഈ ഒരു പിങ്ക് ചെത്തിപ്പൂ എല്ലാവരുടെയും കാണാം. ഈ ചെത്തിപ്പൂവിൻ്റെ ഈ വെരിഗേറ്റഡ് ടൈപ്പ്, അതുപോലെ ഒരുപാട് വെരിഗേറ്റഡ് ടൈപ്പ് പ്ലാന്റ്സ് ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ ഈ ഒരു ചെടി കണ്ടോ, പിങ്ക് ഫ്ലവർ, കുഞ്ഞു കുഞ്ഞു ഫ്ലവർ ആയിട്ടുള്ളത്, ഗാർഡൻ സെറ്റ് ചെയ്യാനൊക്കെ വളരെ നല്ലൊരു ചെടിയാണിത്. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റീസൊക്കെ ഞാൻ ഇവിടെയാണ് കണ്ടിട്ടുള്ളൂ. ഇവിടെയുള്ള ഒരു ഐ ക്യാച്ചിങ് ക്രീപ്പറാണിത്. ഒരു പിങ്ക് മജന്ത കളർ ഫ്ലവർ ചെയ്യുന്നൊരു ക്രീപ്പർ. അതുപോലെ ഈ ഒരു പിങ്ക് ഡ്വാഫ് മന്ദാരം, നല്ല ഭംഗിയാണ് അത് രണ്ടും കാണാൻ. നമ്മൾ ഈ റെഡ് ഫ്ലവറിങ് ചെടി ഇതിൻ്റെയൊക്കെ സാധാരണ രീതിയിലുള്ള ലീവ്സിൻ്റെ എല്ലാവരും വീട്ടിലൊക്കെ ഉണ്ടാകും. പക്ഷേ ഈ ഒരു വെരിഗേറ്റഡ് ആദ്യമായിട്ട് കാണുകയാണ്. ഗ്രാസ് പ്ലാന്റ്സിലും ഒരുപാട് വെറൈറ്റീസ് ഇവിടെ കണ്ടിട്ടുണ്ട്. അതും വളരെ വ്യത്യസ്തമായ വെറൈറ്റീസാണ്. ഇത് മറ്റൊരു സെഷൻ, ഇതൊരു റെയിൻ ഹൗസ് പോലെയുള്ളൊരു സെഷനാണിത്. ഇവിടെ അധികവും വാൻഡാസ് മോഡൽ, ഓർക്കിഡ് മോഡൽസ്, അതുപോലെ ഫേൺസ്, ഈ ഒരു മോഡൽ ചെടികളാണ് ഇവിടെ അധികം ഉള്ളത്. അധികം ഇൻഡോർ പ്ലാന്റ്സ് തന്നെയാണ്. പിന്നെ ഇവർ പോട്ട്സിനെ പറ്റി ഞാൻ വിശദമായിട്ടൊരു സെഷൻ തന്നെ ഇറക്കുന്നുണ്ട്. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഭംഗിയുള്ള പോട്ട്സാണ് ഇവർക്കുള്ളത്. വേറൊരു ഏരിയ ആണ്. ഇതെന്താ ചേട്ടാ ഇതിന്റെ? ഇത് ഞങ്ങളുടെ വേറൊരു അഡീഷണൽ ആയിട്ടുള്ള ചെറിയ പൊളിയോസ് റെയിൻ ഷെൽട്ടർ എന്നാണ് പറയുന്നത്. ഇതിൽ കൂടുതലായിട്ടുള്ള 100% ഉള്ളത് ഇൻഡോർ പ്ലാന്റുകളാണ്. അതിൽ കുറേ ഓർക്കിഡുകളുണ്ട്. ഇപ്പോൾ ഓർക്കിഡുകൾ വരുന്നത് വളരെ കുറവാണ്, എങ്കിലും ഓർക്കിഡ് കുറേ ഉണ്ട്. പിന്നെ അതേമാതിരി ഫേൺ വെറൈറ്റീസ്, ഇത് സ്റ്റാഗോൺസ് ആണ്. കുറേ വർഷം പഴക്കമുള്ള പണ്ട് മുതലേ ഉള്ളൊരു പ്ലാന്റാണ്. ഏകദേശം ഇതിനിപ്പോൾ എത്ര പഴക്കമുണ്ടാവും? ഇതിനൊരു 20 വർഷത്തിന്റെ മുകളിൽ പഴക്കമുള്ള ഒരു വർഷം കണ്ണൂർ ഫ്ലവർ ഷോയിൽ ബെസ്റ്റ് പ്ലാന്റ് ഓഫ് ദി ഇയർ അവാർഡ് ഇന്നതാണ്. പിന്നെ ഇതിന് കുറച്ച് എയർ പ്ലാന്റുകൾ നമ്മൾ അവിടെ വീട്ടിൽ കണ്ട കുറേ എയർ പ്ലാന്റുകളുണ്ട്. കലാത്തിയ, ബിഗോണിയ, എല്ലാം ഇൻഡോർ തന്നെയാണ് ഇതിലുള്ളത്. ഇൻഡോർ പ്ലാന്റുകൾ തന്നെയാണ് ഇതിലുള്ളത്. പിന്നെ ഡിസ്റ്റിബിയുടെ വെറൈറ്റികൾ,
ഡിസ്റ്റിലിയ വാട്ടർ മെലൺ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. നല്ല രസമുള്ള ഡിസൈനാണ്. വാട്ടർമെലന്റെ ഒരു ലൈൻസ് ഒക്കെ ഫേൺ അങ്ങനെയുള്ള ഇൻഡോർ വെറൈറ്റി തന്നെ. ഇത് ആക്ച്വലി നമ്മുടെ നാട്ടിൽ പുതുതായിട്ട് വന്നിരിക്കുന്ന ഒരു തരം ഗാർഡനിങ് ആണ്. സ്പേസിന്റെ ലിമിറ്റേഷൻസ് എന്തെങ്കിലും ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മതിൽ കിട്ടുന്നതിന് പകരമായിട്ട് പിന്നെ അതിന് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ ഡെവലപ്പായ ഒരു സംഗതിയാണ് സത്യത്തിൽ വെർട്ടിക്കൽ ഗാർഡൻ. ആ കൺസെപ്റ്റ് നമ്മുടെ നാട്ടിൽ ഇപ്പം ഭയങ്കരമായിട്ടുണ്ട്. ഏകദേശം എല്ലാ വീടുകളിലും ഇപ്പം വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്ത് വരുന്നുണ്ട്. അത് സാധാരണ ഏറ്റവും ചെറിയ പോട്ടിലാണ്. ഇതിൽ നിന്ന് മുകളിലോട്ട് വലിയ വലിയ പോട്ടുകളുണ്ട്, പല കളർ പോട്ടുകളുണ്ട്. ഇതിപ്പോൾ ഞങ്ങൾ ഗാർഡൻ സെറ്റ് ചെയ്യുമ്പോൾ ലാൻഡ്സ്കേപ്പ് വർക്കിൻ്റെ ഇതൊക്കെ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ട് പിന്നെ ഇതിൻ്റെ ഇൻഡസ്ട്രിയൽ വർക്ക് അടക്കം ഞങ്ങൾ കൊണ്ടുപോയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൽ ഓരോ ഡിപ്പെൻസ്, സൺലൈറ്റ് കൂടുതലുള്ളതാണെങ്കിൽ, എക്സ്ട്രീം സൺലൈറ്റ് ഉള്ളതാണെങ്കിൽ, നല്ല ഷെയ്ഡുള്ള സ്ഥലമാണെങ്കിൽ അല്ല, ഇതിനുള്ള അധികം കൂടുതലായിട്ട് എത്രത്തോളം ബുഷായിട്ട് വരുന്നു അത്രത്തോളം അതാണ് പ്രിഫർ ചെയ്യുക നോർമലി. പിന്നെ കുറച്ച് കളറ് ശ്രദ്ധിക്കുക ആളുകൾ. പിന്നെ ശ്രദ്ധിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ മെയിൻ്റനൻസ് ഉണ്ട്. എത്രത്തോളം മെയിൻ്റനൻസ് കുറവായിട്ടുള്ള പ്ലാന്റുകൾ അത് ഞങ്ങൾ ഏത് തരത്തിലുള്ളതെന്ന് വെച്ചാൽ ഞങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ വെർട്ടിക്കൽ ഗാർഡനിൽ യൂസ് ചെയ്യുന്നതാണോ? അതൊക്കെ അത് മുഴുവൻ വെർട്ടിക്കൽ ഗാർഡൻ യൂസ് ചെയ്യുന്ന പ്ലാന്റുകൾ. കോമൺ ഫേണ് ഇതാണ്. അല്ല, അത് പച്ച, അത് പച്ച, മഞ്ഞ. ഇതിന്റെ വ്യത്യാസം ഉണ്ടല്ലേ, ആ മാർക്കിംഗ് ഉണ്ട്. ഗോൾഡൻ ഫേൺ തന്നെ വെരിഗേഷൻ ഉള്ള ഫേൺ ഉണ്ടല്ലേ, അതിന്റെ മാർക്കിംഗ് ഉണ്ടല്ലേ. കോമൺ ഫേൺ പിന്നെ ഗോൾഡൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഉണ്ടാകുക. ഇത് ഗോൾഡൻ ഫേൺ തന്നെ വെരിഗേഷൻ ഉള്ളത്. ഫേണിൽ കുറേ വെറൈറ്റീസ് ഉണ്ട്. പന്നൽ ചെടികളുടെ ഫാമിലിയിലുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ഒക്കെ ചെയ്യണം. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായി കാണാമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ സെക്കൻഡ് പാർട്ട് ഉണ്ട്. നമ്മൾ ഈ നഴ്സറി വിസിറ്റിൻ്റെ കൂടുതൽ വെറൈറ്റീസും എക്സൈറ്റഡ് ആയിട്ടുള്ള, കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്ട്സ് ആണ് അതിലുള്ളത്. അപ്പം വീണ്ടും കാണാം. അതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.